ഹായ് ഓൾ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൊച്ചു മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ? കഥയുടെ പേരാണ് അഭിമാനവും അപമാനവും. കാട്ടിലെ ഏറ്റവും ശല്യക്കാരൻ ജീവി ആരാണ്? ഒരിക്കൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം കൂടി ആലോചിച്ചു. അപ്പോൾ ആരോ ഒരാൾ ജിറാഫിൻ്റെ പേര് പറഞ്ഞു. തൻ്റെ നീളൻ കഴുത്ത് നീട്ടി ജിറാഫ് ഇടപെടാത്ത വിഷയങ്ങളില്ലത്രേ. കിളികളുടെ കൂടുകളിൽ മാത്രമല്ല, മറ്റു മൃഗങ്ങളുടെ മാളങ്ങളിലും ജിറാഫ് തലകടത്തും. അങ്ങനെ തീരുമാനമായി. ഏറ്റവും ശല്യക്കാരൻ മൃഗം ജിറാഫ് തന്നെ. യോഗം നടക്കുമ്പോൾ അവിടെ ജിറാഫും ഉണ്ടായിരുന്നു. എല്ലാവരും തൻ്റെ പേര് പറയുന്നത് കേട്ട് ജിറാഫിന് സങ്കടം വന്നു. അവൻ നീ നീ എന്നു കരഞ്ഞുകൊണ്ട് എങ്ങോട്ടോ ഓടിപ്പോയി. അത് കണ്ടപ്പോൾ എല്ലാവർക്കും വിഷമമായി. അവൻ പറഞ്ഞത് സത്യം തന്നെ. അതു പക്ഷേ ജിറാഫിനെ ഇങ്ങനെ വിഷമിപ്പിക്കുമെന്ന് ആരും കരുതിയില്ല. അപ്പോഴാണ് കാട്ടിലെ കാരണവരായ കുരങ്ങമ്മാവൻ അങ്ങോട്ട് വന്നത്. സംഭവം അറിഞ്ഞപ്പോൾ കുരങ്ങമ്മാവൻ പറഞ്ഞു, ജിറാഫ് എല്ലാവരുടെയും കാര്യങ്ങളിൽ തലയിടാറുണ്ടെന്ന് പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ നിങ്ങൾ അത് പറഞ്ഞ രീതി തെറ്റിപ്പോയി. എല്ലാവരും ചേർന്ന് ഒരാളെ കുറ്റപ്പെടുത്തിയാൽ ആർക്കാണ് അത് സഹിക്കുക? ഒരാളെ അഭിനന്ദിക്കാൻ വേണ്ടിയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് കൂട്ടത്തോടെ ചെയ്യാം. പക്ഷേ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എപ്പോഴും ഒറ്റയ്ക്ക് വിളിക്കുന്നതാവും ഉചിതം. അയ്യോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? മൃഗങ്ങൾ ഒപ്പം ചോദിച്ചു. സാരമില്ല, നമുക്കൊരുമിച്ച് അവൻ്റെ അടുത്തേക്ക് പോകാം. കാട്ടിലെ ഏറ്റവും ഉയരമുള്ള മൃഗം എന്നതിന് ഒരു സമ്മാനവും അവന് കൊടുക്കാം, കുരങ്ങമ്മാവൻ പറഞ്ഞു. വൈകാതെ എല്ലാവരും കൂടി ജിറാഫിൻ്റെ അരികിലെത്തി. ഉയരമുള്ള മൃഗത്തിനുള്ള സമ്മാനം ജിറാഫിനു നൽകിക്കൊണ്ട് കുരങ്ങമ്മാവൻ നല്ലൊരു പ്രസംഗം ചെയ്തു. കാട്ടിലെ ഏറ്റവും ഉയരക്കാരനായ ജിറാഫിന് അഭിനന്ദനങ്ങൾ അറിയിക്കാനാണ് നാം ഏവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കുറച്ചു മുമ്പ് നമ്മൾ പ്രകടിപ്പിച്ച ഒരഭിപ്രായം ജിറാഫിനെ വിഷമിപ്പിച്ചതിന് എല്ലാവർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒന്ന് നിർത്തി ജിറാഫിനെ നോക്കിയിട്ട് കുരങ്ങമ്മാവൻ തുടർന്നു. ശരിയാണ്, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി തലയിടുന്ന ശീലം ജിറാഫിനുണ്ട്. എന്നാൽ ഇനി മുതൽ തൻ്റെ ഉയരം അവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. ദൂരെ എങ്ങാൻ കാട്ടുതീ പടരുന്നുണ്ടോ എന്നറിയാനും ഉയരത്തിലുള്ള ഏതെങ്കിലും ചില്ലയിൽ കുടുങ്ങിപ്പോയ കിളിക്കുഞ്ഞിനെ രക്ഷിക്കാനുമൊക്കെ അവന് നമ്മേക്കാൾ എളുപ്പത്തിൽ കഴിയും. ഇന്ന് മുതൽ കാട്ടിലെ ജീവികളുടെ രക്ഷകനാണ് നമ്മുടെ ജിറാഫ്. കുരങ്ങമ്മാവൻ്റെ പ്രസംഗം കേട്ട് എല്ലാവരും കൈയടിച്ചു. തൻ്റെ ഗുണങ്ങളെ അഭിനന്ദിച്ചതിനു ശേഷം തനിക്കുള്ള ഒരു കുറവിനെക്കുറിച്ചും പറഞ്ഞു കേട്ടപ്പോൾ ജിറാഫിന് നേരത്തെ തോന്നിയ സങ്കടം ഒട്ടുമുണ്ടായില്ല. പകരം അവന് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.